ഹായ് ഫ്രണ്ട്സ്, സാപ്പിടി മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് ഒക്ടോബർ മാസം 2-ാം തീയതിയാണ്, ഗാന്ധി ജയന്തിയാണ്. അപ്പോൾ ഇന്ന് OTT റിലീസ് ചെയ്ത സിനിമകളും ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഒക്ടോബർ മാസം 3-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളും പിന്നെ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന കുറച്ച് സിനിമകളുടെയൊക്കെ അപ്ഡേറ്റുകളുമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഏതൊക്കെ സിനിമകളും സീരീസുകളാണെന്ന് നോക്കാം നമുക്ക്. അതിൽ ഒന്നാമത്തെ സിനിമ ഏതാണെന്ന് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. സിനിമ റിവ്യൂസ് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ ബാക്കപ്പ് ചാനലായ സാപ്പ് മീഡിയ എന്ന് പറഞ്ഞ ചാനൽ തിയേറ്റർ റിലീസുകൾ പിന്നെ മറ്റുള്ള അപ്ഡേറ്റുകൾ ടോപ്പ് 10 മൂവീസ് അങ്ങനെയുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. കണ്ട് സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നോക്കാം. ഒന്നാമത്തെ സിനിമ ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ മൂവിയാണ്, ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ബ്ലിങ്ക് ടോയ്സ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കൊറിയൻ ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിൽ ഇപ്പോൾ മുതൽ ഈ ഒരു സിനിമ അവൈലബിൾ ആണ്. അടുത്തത് അർജുൻ സർജ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു മലയാളത്തിലും തമിഴിലായിട്ട് റിലീസ് ചെയ്ത ഒരേ സമയം തന്നെ റിലീസ് ചെയ്ത ഒരു ത്രില്ലർ മൂവിയായിരുന്നു വിരുന്ന് എന്ന് പറഞ്ഞ സിനിമ. ഇപ്പോൾ ഈ സിനിമയുടെ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. സിംപ്ലി സൗത്ത് OTT പ്ലാറ്റ്ഫോം വഴി ഈ ഒരു സിനിമ ഒക്ടോബർ മാസം 4-ാം തീയതി തമിഴ് ഭാഷയിൽ റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റ് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഓക്കെ, അടുത്തൊരു ഡ്രാമ വിഭാഗത്തിൽ വരുന്ന ഒരു ഹിന്ദി മൂവിയാണ്. കൂഗി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിൽ ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ ഹിന്ദി ഭാഷയിൽ മാത്രം അവൈലബിൾ ആണ്. അടുത്തത് ഒരു റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. കളേഴ്സ് ഓഫ് ലവ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. C5ലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. ഒക്ടോബർ മാസം 4-ാം തീയതിയാണ് ഈ ഒരു സിനിമ C5 റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്ത് ഒരു ക്രൈം ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസാണ്, ഒരു മറാത്തി സീരീസാണ്. മൻവാട്ട് മർഡേഴ്സ് എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. മറാഠി ഭാഷ കൂടാതെ ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം ഭാഷകളിലായിട്ട് സോണി ലീവ് വഴിയാണ് ഈ സീരീസ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. ഒക്ടോബർ മാസം 4-ാം തീയതിയാണ്. ഓക്കെ, സോണി ലീവിലായതുകൊണ്ട് തന്നെ ഒക്ടോബർ മാസം 3-ാം തീയതി രാത്രി തന്നെ ഈ സിനിമ 12 മണിക്കുള്ളിൽ തന്നെ ഈ സീരീസ് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് നമ്മുടെ ദളപതി വിജയുടെ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറഞ്ഞ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ട് റിലീസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു ആക്ഷൻ ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ പിന്നെ എക്സ്റ്റൻഡഡ് വേർഷൻ, അതായത് ഡയറക്ടേഴ്സ് കട്ട് വരുന്നുള്ള ഒരു അപ്ഡേറ്റ് ഒക്കെ വന്നിരുന്നു. 3 മണിക്കൂർ 40 മിനിറ്റ് ഒക്കെ ഉള്ള വീഡിയോ വരുന്നുള്ള അപ്ഡേറ്റ് വന്നിരുന്നു. പക്ഷേ ഇന്ന് രാത്രി വരുന്ന സമയത്ത് അത് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. പിന്നീടായിരിക്കും ഈ ഒരു സിനിമ എക്സ്റ്റൻഡഡ് വേർഷൻ റിലീസ് ചെയ്യാന്നുള്ള അപ്ഡേറ്റ് ആണ് ഇപ്പം പുറത്തു വന്നിട്ടുള്ളത്. എന്തായാലും വെയിറ്റ് ചെയ്യാം. ഇതിനു മുമ്പേ തന്നെ ഈ സിനിമ പിന്നെ എന്താ പറയുക ലോ ക്വാളിറ്റി പ്രിന്റ് ലീക്ക് ആക്കപ്പെട്ടിരുന്നു. ഓക്കെ, അപ്പം അടുത്തത് ഒരു ഇംഗ്ലീഷ് ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. ഹൗസ് ഓഫ് സ്പോയിൽസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിൽ ഈ ഒരു സിനിമ ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രമായിട്ട് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് ഒരു കോമഡി റൊമാൻറ്റിക് വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവിയാണ്. ബലേ ഉന്നഡ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ETV വിൻ വഴിയാണ് ഈ സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നത്. അടുത്തത് ഒരു ഹിന്ദി മൂവിയാണ്. അമർ പ്രേം കി പ്രേം കഹാനി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ജിയോ സിനിമ വഴിയാണ് ഈ സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. ഒക്ടോബർ മാസം 4-ാം തീയതി ഹിന്ദി ഭാഷയിൽ ഈ സിനിമ റിലീസ് ചെയ്യുന്നതാണ്. മറ്റു ഭാഷയിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് പിന്നെ ആഹാ തെലുങ്ക് വഴി ഇന്ന് റിലീസ് ചെയ്ത ഒരു സിനിമയാണ്. 35 ചിന്ന കഥ കാടു എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. ഇപ്പോൾ മുതൽ തെലുങ്ക് ഭാഷയിൽ മാത്രമായിട്ട് ആഹാ തെലുങ്ക് വഴി അവൈലബിൾ ആണ്. അടുത്തത് കാജോളും അതുപോലെ തന്നെ കൃതി സനനൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്ന ഒരു ത്രില്ലർ മൂവിയാണ്, ഒരു മിസ്റ്ററി ത്രില്ലർ മൂവിയാണ്. ഡോ പട്ടി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഡോ പത്തി ഈ സിനിമ ഒക്ടോബർ മാസം 25-ാം തീയതി നെറ്റ്ഫ്ലിക്സ് വഴി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. ഹിന്ദി ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക് കൂടി നമുക്ക് പ്രതീക്ഷിക്കാം ഈ ഒരു സിനിമയുടെ. ഓക്കെ, അപ്പോൾ ഇത്രയും സിനിമകളുടെ സീരീസുകളുടെ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. ഈ ലിസ്റ്റിലുള്ള ഏതൊക്കെ സിനിമകൾക്ക് സീരീസുകൾക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. പിന്നെ എൻ്റെ ചാനൽ പിന്നെ എന്താ റിവ്യൂസ് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ബാക്കപ്പ് ചാനലായ സാപ്പ് മീഡിയയും എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കാം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.